എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിലെ നമ്മുടെ പാനകത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണിത്. സാധാരണ ഉണ്ടാക്കുന്ന പാൻകേക്കിൻ്റെ റെസിപ്പിയല്ല, ഇത് വളരെ ഫ്ലഫി ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ജാപ്പനീസ് പാൻകേക്ക്, സൂഫിലെ അല്ലെങ്കിൽ സൂഫിൽ എന്ന് പറയുന്ന ഒരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ നമ്മുടെ വീട്ടിലെ സാധാരണ നമ്മുടെ പാനുണ്ടല്ലോ അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. 3 മുട്ട വെച്ചുള്ള റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് കാണിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നേരത്തെ ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. ആ റെസിപ്പിക്കകത്ത് കുറേ പേര് കമൻറ്റ് തമാശയായിട്ട് ചോദിച്ചാണെന്ന് എനിക്കറിയില്ല, ഇതെന്താ എഴുതിയിരിക്കുന്നത്, കൂടത്ര എഴുതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫണ്ണി ആയിട്ടുള്ള കമൻറ്റ് അതിൻ്റെ അടിയിൽ വന്നിരുന്നു. അപ്പോൾ ഇത് കൂടത്രമൊന്നുമല്ല, ഇത് മുട്ടയുടെ എക്സ്പയറി ഡേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും ഇത് എക്സ്പയറി ഡേറ്റ് ആണ്, പക്ഷേ കുറേ കമൻറ്റ് അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള കമൻറ്റ് ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ള മറുപടിയാണിത്. ഇത് മുട്ടയുടെ എക്സ്പയറി ഡേറ്റും പ്രൊഡക്ഷൻ ഡേറ്റുമാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന എല്ലാ മുട്ടയിലും ഇങ്ങനെ തന്നെ ആ എക്സ്പയറി ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ളത് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ മൈദാപ്പൊടി, അതാണ് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ 1/2 കപ്പിൻ്റെ നമ്മുടെ അളവും കപ്പുണ്ടല്ലോ അതിനകത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണ്ട, 1/2 കപ്പിൻ്റെ ഒരു കുറച്ച് താഴെ നിൽക്കുന്ന പരുവം അത്രയും മതിയായിരിക്കും. ഒരു 120 ഒരു 115 ഗ്രാം അത്രത്തിൻ്റെ ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അളവ് കപ്പൊന്നും ഇല്ലെങ്കിലും സാരമില്ല, നിങ്ങൾ സാധാരണ ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം 1/2 ഭാഗം വരെ വേണ്ട, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത്തോളം മാവ് മതിയായിരിക്കും നമുക്ക്. ഇനി ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ടോട്ടൽ നമുക്ക് വേണ്ട 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് മുട്ടയുടെ വെള്ളം അടിക്കാൻ നേരത്താണ് ആവശ്യം. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ മുട്ടയുടെ മഞ്ഞയുടെ കൂടെയാണ് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു കപ്പിനകത്ത് ഇപ്പം 1 ടേബിൾ സ്പൂണും മറ്റിനകത്ത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അളവിങ് സ്പൂൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ടേബിൾ സ്പൂൺ, ഇതിനകത്ത് നിങ്ങൾക്ക് എടുത്താലും മതിയായിരിക്കും. ഈ ചെറിയ സ്പൂൺ എന്ന് പറഞ്ഞാൽ ടീസ്പൂണും വലിയ സ്പൂൺ എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂണുമാണ്. അപ്പോൾ അറിയാൻ മേലാത്തവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ടേബിൾ സ്പൂണും ടീസ്പൂണിൻ്റെ അളവ്. ഇനി ആവശ്യമുള്ള പാലാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. പിന്നെ വെജിറ്റബിൾ ഓയിൽ, അത് ഒരു 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ. ഇത്രയാണ് നമുക്ക് ഈ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് ഒരു 2 പാത്രം എടുത്ത് വയ്ക്കാം. ഒന്നിനകത്ത് മഞ്ഞ സെപ്പറേറ്റ് ചെയ്യാനും ഒന്നിനകത്ത് വെള്ളം സെപ്പറേറ്റ് ചെയ്യാനും. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടല്ലോ ഇത് വെച്ചോ നമുക്ക് മുട്ടയുടെ വെള്ളം നന്നായിട്ട് അടിച്ചെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ വെച്ച് നന്നായിട്ട് അടിച്ചാൽ നല്ല ഫ്ലഫി ആയിട്ട് അത് നല്ല ക്രീമായിട്ട് തിക്ക് ക്രീമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. മറ്റേ വിസ്ക് വെച്ച് അടിക്കുകയാണെങ്കിൽ കുറേ സമയം ഇങ്ങനെ അടിക്കേണ്ടി വരും, എന്നാൽ മാത്രമേ ശരിക്കും അത് ആയി വരത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യാം. ഒന്നേ നിങ്ങൾക്ക് ഷെല്ല് പൊട്ടിച്ചിട്ട് മൊത്തത്തിൽ മുട്ട പാത്രത്തിലോട്ട് ഒഴിക്കുക. എന്നിട്ട് വളരെ കെയർഫുള്ളായിട്ടൊരു സ്പൂൺ വെച്ച് മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ മുട്ട സെപ്പറേറ്റർ ഉണ്ടല്ലോ, അങ്ങനത്തെ എഗ് സെപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടില്ല, അത് വാങ്ങിച്ചിട്ട് അത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ 2 ഷെല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുമ്പോൾ തന്നെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ മുട്ടയുടെ മഞ്ഞ പൊട്ടിപ്പോകരുത്, വെള്ളയുമായിട്ട് മിക്സ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 2 മുട്ടയുടെയും മഞ്ഞ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും 3 സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മുട്ടയുടെ മഞ്ഞ ഒന്ന് അടിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ച് അടിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ വിസ്ക് കൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു സ്പൂൺ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊട്ടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയുള്ള നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്നുള്ള ആ പൊടി ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ മൈദാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ
ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞിരുന്നില്ലായിരുന്നു. നമുക്ക് ഒരു പിഞ്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ തന്നെ ഉപ്പും ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറും നമ്മുടെ പൊടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നന്നായിട്ടെല്ലാം ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ എടുത്ത് വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടല്ലോ, അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എണ്ണ, വെജിറ്റബിൾ ഓയിലാണ്, അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുന്ന മുട്ടയുടെ മഞ്ഞക്കകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് നമ്മുടെ മൈദാപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1 പിഞ്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂണ് ഓയിൽ. ഇതിലൂടെ ഇട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല എത്രത്തോളം ആവശ്യമുണ്ട്, ഒത്തിരി വെള്ളമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കി നോക്കാം. എന്നിട്ട് ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂണോട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കലക്കിയപ്പം എനിക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ കൂടെ ആവശ്യം വന്നു. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കേക്കിൻ്റെയൊക്കെ ബാറ്റർ പരുവുണ്ടല്ലോ, അതാണ് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസി പരുവത്തിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ള വേണം. മുട്ടയുടെ ആ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അളവിങ് സ്പൂണിൽ തന്നെ 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ഞാൻ മുമ്പ് ടീസ്പൂൺ കാണിച്ചിരുന്നല്ലോ, നമ്മുടെ ചെറിയ സ്പൂൺ, അതിൻ്റെ ഒരു 1/2 ഭാഗം ടീസ്പൂൺ എടുത്തിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും, ഇതുപോലത്തെ അളവിങ് സ്പൂൺ ഇല്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, നമ്മൾ ഈ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ആവണമെന്നില്ല, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടായാലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അതല്ല റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പോൾ അതും എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും സംശയം ചോദിക്കാറുണ്ട്, റൂം ടെമ്പറേച്ചറുള്ള എഗ്ഗ് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും റൂം ടെമ്പറേച്ചറുള്ള എഗ്ഗിൻ്റെ ആവശ്യം. ഈ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിൻ്റെ എഗ്ഗിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളയും നമ്മൾ ഒഴിച്ചെടുത്ത വാനില എസൻസ് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ അത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മുഴുവൻ പഞ്ചസാരയും കൂടെ ആദ്യം ഇട്ട് കൊടുക്കേണ്ട, ആദ്യം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നല്ല തിക്ക് ക്രീമായിട്ട് വന്ന് നന്നായിട്ട് അടിക്കുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതുപോലെ നമ്മൾ ഇത് അടിക്കുന്ന സമയത്ത് ആദ്യം ഫുൾ സ്പീഡിൽ അടിക്കില്ല, ആദ്യം ചെറിയ സ്പീഡിൽ തുടങ്ങിയിട്ട് വേണം നമ്മൾ വലിയ സ്പീഡിലേക്ക് മാറ്റാൻ വേണ്ടി, അതായത് ഇലക്ട്രിക് ബീറ്ററിൻ്റെ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല തിക്കായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അന്ന് ഞാൻ മുട്ടയുടെ പുഡിങ് ഇട്ടപ്പോഴും ഇലക്ട്രിക് ബീറ്റർ വെച്ച് അടിക്കുവാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് പുഡിങ് റെഡിയാക്കാൻ പറ്റും. മിക്സിയിൽ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് ചോദിച്ചാൽ കുറേ പേര് മെസ്സേജ് വിട്ടു. ഞാൻ സത്യം മിക്സിയുടെ ജാറിൽ അടിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് വിട്ടിരുന്നു മിക്സിയുടെ ജാറിൽ അടിച്ചപ്പോൾ നന്നായിട്ട് വന്നു എന്നുള്ളത്. ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ വെച്ച് അടിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ക്രീമായിട്ട് കിട്ടും. നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ അല്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും. കണ്ടില്ലേ, നമ്മൾ കേക്കിനൊക്കെ തയ്യാറാക്കുന്ന വിപ്പിംഗ് ക്രീം വെച്ച് നമ്മൾ അടിച്ചെടുക്കത്തില്ലേ ക്രീം, അതേപോലെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ആ മുട്ടയുടെ വെള്ളം അടിച്ച് കിട്ടിയപ്പോൾ ഉള്ള ആ പരുവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ മുട്ടയുടെ മഞ്ഞ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മുടെ ഈ ക്രീം അതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങ് ഭയങ്കര സ്പീഡിൽ നമ്മളിത് ഇളക്കിയെടുക്കല്ലേ, ജസ്റ്റ് കേക്കിൻ്റെ ഒക്കെ ബാറ്റർ നമ്മൾ ഫോൾഡ് ചെയ്ത് വയ്ക്കത്തില്ലേ, അതേപോലെ വേണം ഇത് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോൾ ഞാൻ സ്പീഡ് ബട്ടൺ ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നത്. ഇത് ഞാൻ വളരെ പതുക്കെ ചെയ്തേക്കുന്നതാണ്. അപ്പം ആ വീഡിയോ അങ്ങനെ ഫുള്ളായിട്ട് ഇടുവാണെങ്കിൽ ലെന്ത് കൂടിപ്പോവും, അതുകൊണ്ട് ഞാൻ സ്പീഡ് ബട്ടൺ ഇട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെ പതുക്കെ വേണം ഈ മുട്ടയുടെ മഞ്ഞയും ആ വെള്ളയും കൂടെ അടിച്ചത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു പാന അടുപ്പത്ത് വെച്ച് ചൂടാക്കാം.
ആദ്യം തന്നെ പാൻ നല്ല ചൂട് വേണം. അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടി. ഇപ്പം നമ്മുടെ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ തീ എന്ന് പറയുന്നത് ശരിക്കും ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പാൻ ചൂടാക്കുക, അതിനുശേഷം നമ്മുടെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ കുറേശ്ശായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരിക്കലും ഇത് പരത്തരുത്. കണ്ടില്ലേ, ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 സ്പൂണോ 2 സ്പൂണോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം മുകളിലേക്ക്. അതിനുശേഷം നമുക്ക് ഒരു അടപ്പ് പാത്രം വെച്ച് നന്നായിട്ട് അടച്ച് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ശരിക്കും അധികം വേവിക്കരുത്, ജസ്റ്റ് 1 മിനിറ്റ് നേരം. 1 മിനിറ്റ് നേരം വേവിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നല്ല വലിപ്പമുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ കുറച്ചുകൂടെ മാവ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും നമ്മളിങ്ങനെ ഷേപ്പ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നമ്മൾ സാധാരണ ദോശയൊക്കെ പരത്തുന്ന പോലെ പരത്തരുത്. ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അങ്ങ് ലീവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ആ ഒരു സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മാവ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ മാവിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ 2 മിനിറ്റ് എടുക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കാം. നിങ്ങൾക്കത് തിരിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും അത് നന്നായിട്ട് വെന്ത് വന്നു എന്നുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, നല്ല സോഫ്റ്റായിട്ടുള്ള പാൻ കേക്കാണിത്. ഞാൻ പിടിക്കുമ്പോൾ തന്നെ ഇത് ചൂടോടുകൂടി, അതുകൊണ്ടാണ് ഇത്രയും താഴാത്ത. നോക്കി, എന്നിട്ടും കണ്ടില്ലേ, തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് താന്നു വരും. നല്ല സോഫ്റ്റാണ്, ആക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ അത്രത്തോളം മൃദുത്വമുള്ള ഒരു പാൻ കേക്കാണിത്. കണ്ടില്ലേ, അത്രയും വലുപ്പത്തിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം വലുപ്പം വേണമെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മുകളിലേക്ക് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, 2 പുറവും നല്ല ബ്രൗൺ നിറമായിട്ടുമുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പാൻ കേക്കിന്. നമ്മൾ സാധാരണ ഉണ്ടാകുന്ന പാൻ കേക്ക് പോലല്ല ഇത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഹണിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൽ ഒരു പാൻ കേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും വയറ് നിറയും. അത്രയ്ക്ക് നല്ലൊരു റെസിപ്പി, നല്ലൊരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന അളവ് വെച്ച് നിങ്ങൾക്കൊരു 4 തൊട്ട് 5 പാൻ കേക്ക് വരെ തയ്യാറാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 4 എണ്ണമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ. നിങ്ങൾക്ക് മുകളിലേക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള മുട്ടയുടെ അളവോട് അതുപോലെ മാവിൻ്റെ അളവും കൂട്ടിയെടുത്താൽ മതിയായിരിക്കും, കുറേ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായനോട് പറയണം. അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയണം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.